നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ 8ാമത്തെ പരീക്ഷയും SSLC വിദ്യാർത്ഥികൾക്ക് അവസാനിച്ചിരിക്കുന്നു. കെമിസ്ട്രി പരീക്ഷയും ഇതാ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇന്നത്തെ പരീക്ഷയുടെ വിശേഷം? പരീക്ഷ എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചോ? എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകതകൾ? വിദ്യാർത്ഥികൾ എന്താണ് പറയുന്നത്? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം SSLC പരീക്ഷ കഴിഞ്ഞാൽ വാല്യുവേഷനെ കുറിച്ചിട്ടും SSLC റിസൾട്ടിനെ കുറിച്ചും +1 അഡ്മിഷനെ കുറിച്ചിട്ടുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും സഹായങ്ങളുമായി ഞങ്ങളുടെ ചാനലിൽ വീഡിയോകൾ ഉണ്ടാവും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ SSLC പരീക്ഷയുടെ ആദ്യ പകുതി, ആദ്യം നടന്ന പരീക്ഷകൾ ഇത് ഇത്തിരി ലാഗൊക്കെ ആയിരുന്നെങ്കിലും എളുപ്പമായിരുന്നു. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും രണ്ടാം പകുതി നമ്മളെ തകർത്തടിക്ക് പോവുകയാണ്. ഹിന്ദിക്ക് ശേഷം കെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് എളുപ്പമായിരുന്നു, സിമ്പിളായിരുന്നു എന്നാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും പരീക്ഷ കഴിഞ്ഞ ശേഷം പറയുന്നത്. നല്ല സന്തോഷത്തിലാണ് ഒരുപാട് കുട്ടികൾ. കാരണം ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്താവുമെന്നൊരു പേടി കുട്ടികൾക്ക് പൊതുവേ ഉണ്ടായിരുന്നു. അതിൽ ഫിസിക്സ് ആണെങ്കിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കെമിസ്ട്രി എന്താവുന്നൊരു പേടി ഉണ്ടായിരുന്നു. ഏതായാലും ആ പേടിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിമ്പിളായിരുന്നു കെമിസ്ട്രി എക്സാം എന്നാണ് കൂടുതൽ കുട്ടികളും, ഒരു 75% കുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിമ്പിളായിരുന്നു എന്നാണ്. ടഫാണെന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കെമിസ്ട്രി പരീക്ഷയിൽ പല കുട്ടികളും പറയുന്നത് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ടും 3/4 മണിക്കൂർ കൊണ്ടും എഴുതി കഴിഞ്ഞു, 10:30 മണിക്കും 10:15 10:45 ഒക്കെ ഞങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു എന്നാണ് കുട്ടികൾ പറയുന്നത്. മാത്രവുമല്ല ഓവർ ക്വസ്റ്റ്യൻ അടക്കം 50 മാർക്കിൻ്റെ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തു, ഫുൾ മാർക്കിനുള്ളത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നെല്ലാം വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇതിനെല്ലാം മനസ്സിലാകുന്നത് കുട്ടികൾക്ക് സിമ്പിളായിരുന്നു പരീക്ഷ എന്നാണ്. കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം, അത് നമുക്ക് പറയാം. ഏത് പരീക്ഷ അങ്ങനെയൊക്കെ തന്നെയാണ്, ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കൂടുതൽ കുട്ടികൾക്ക് ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. സോ കുട്ടികൾക്ക് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്നതാണ് ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷ. ഇനി 2 പരീക്ഷകൾ കൂടിയേ ബാക്കിയുള്ളൂ. ആ പരീക്ഷകൾ കൂടി നന്നായി എഴുതാൻ കഴിഞ്ഞാൽ ആഗ്രഹിച്ച പോലെ ഒരു നല്ല റിസൾട്ട് വരുമെന്ന ചിന്ത കുട്ടികളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. സോ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടരാം. കെമിസ്ട്രി പരീക്ഷ ഏതായാലും പൊളിച്ചു. ഇനിയുള്ള പരീക്ഷകൾ കൂടി പൊളിച്ചടുക്കിയാൽ വലിയൊരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ നടന്നെത്തും. വീണ്ടും കാണാം. താങ്ക് യു.